ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ്. ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ കൊച്ചിൻ്റെ മോളാണ്. നമ്മൾ വന്നാൽ ഇവിടെ തന്നെയാണ് കേട്ടോ ഫുൾ ടൈം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു പാർക്കിൽ പോകേണ്ട പ്ലാനിലാണ്. പാർക്ക് എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക്. അപ്പോൾ ഇതെൻ്റെ മാമൻ്റെ മോളാണ്. നമ്മൾ കുട്ടാപ്പനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേ നമ്മളിവിടെ തുള്ളിച്ചാടി കൊണ്ടുപോകുന്ന പാർക്കിലോട്ടാണ്. പാർക്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര സന്തോഷമാണ്. പാർക്കിൻ്റെ തൊട്ടടുത്തിൻ്റെ ചെറിയ കുളമൊക്കെ ഉണ്ട്. പാർക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ചെറിയ പാർക്കാണ് കേട്ടോ. കുഞ്ഞുള്ളവർ കളിക്കാൻ പറ്റുന്ന പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പാർക്കാണ്. അപ്പോൾ കുളത്തിൽ ജസ്റ്റ് പോയി ഒന്ന് കാലൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഒരു 1-2 മണിക്കൂർ അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോവാണ്. തിരിച്ചു പോയപ്പോഴത്തേക്കും അവൾക്ക് കുഞ്ഞിന് വിശക്കുന്നെന്ന് പറഞ്ഞാൽ അവൾക്ക് പാല് കൊടുത്തു. നമുക്കൊക്കെ ഡ്രിങ്ക്സും കലക്കി തന്നു. അപ്പോൾ ഡ്രിങ്ക്സും കുടിച്ചിട്ട് നമ്മളടുത്ത് ഏണിയും പാമ്പും കളിക്കേണ്ട ഒരു പ്ലാനിലാണ്. ഇത് കളിക്കുമ്പോൾ ഇതും ലുഡോയൊക്കെ കളിക്കുമ്പോൾ മെയിനായിട്ട് നന്നായിട്ട് അടിയാവാറുണ്ട് തോക്കുന്ന ആൾ. അങ്ങനെ 3 പേര് ജയിച്ചിട്ടുണ്ട്. അത് 3 എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡാണ്. അപ്പോൾ തോറ്റ ആളുടെ ഒരു പ്രതിഷേധം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. തോറ്റ ദേശീയമാണ്. പിന്നെ അടുത്ത കളിയൊക്കെ കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ സെറ്റായിട്ടോ. കളിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കളി കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പറഞ്ഞു വിട്ട് ഒരു കളി കളിക്കുക. ഇത് ഗെയിം ഫോണിലെ ഗെയിമാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ അന്ന് മുതൽ ഈ ഗെയിം കളിക്കുന്നുണ്ട്. സെറ്റ് ഗെയിമാണ്. അതൊക്കെ കളി കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിന് വന്നിട്ട് ചോറ്, തോരൻ, പപ്പടം, മോരുമുളക്, പിന്നെ രസം, അങ്ങനെ എന്തൊക്കെയോ ഫുഡായിരുന്നു. പിന്നെ പഴങ്കഞ്ഞി വേണം നമുക്ക്, അതുകൊണ്ട് അപ്പോൾ വാവയ്ക്ക് പഴങ്കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് പഴങ്കഞ്ഞി, നമുക്കെല്ലാവർക്കും ചോറും എടുത്തു. അപ്പോൾ പഴങ്കഞ്ഞി നമുക്ക് എങ്ങനെ കഴിക്കാൻ നമ്മൾ കഴിച്ച് കാണിച്ചു തരാണ്. ചോറും മോരുമുളകും കഴിച്ച് അതിനകത്ത് പപ്പടവും കിടപ്പുണ്ട് കേട്ടോ. പിന്നെ കൊച്ചിനും കൊടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് തുണി നനയ്ക്കാണ്ടായിരുന്നു. എൻ്റെ വാവയുടെയും ഡ്രസ്സ് കുറച്ച് നനച്ചിടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നനച്ചിട്ടിട്ട് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, കോളേജിലേക്ക് കുറച്ച് സാധനം വാങ്ങാൻ, സ്കെച്ച്, മാർക്കർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ. അപ്പോൾ അത് വാങ്ങാൻ പോണ വഴിക്ക് തന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തിയായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രസ്സ്, ചെരുപ്പ് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഞാൻ വീട്ടിൽ എങ്ങനെയാണെന്ന് അതുപോലെ വന്നു. എനിക്ക് വേറെ ഒരു ഡ്രസ്സ് ഇവിടെ ഇടാനില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലാണ് നേരെ ഞാൻ പോയത്. നേരെ അവിടെ നിന്ന് ഒരു കുളി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ ഇറങ്ങാൻ നിന്ന സമയത്ത്. പിന്നെ മഴ ഒന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ സാധനം വാങ്ങാനായിട്ട് ഇറങ്ങി. നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ് വന്നത്. എൻ്റെ അമ്മയുടെ വീട് തമ്മിൽ ഒരുപാട് ദൂരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റാണ് ഇത്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇവിടെയും വന്നത്. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ബണ്ണ്, ക്ലിപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി. പിന്നെ വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടിരുന്നു. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാർട്ടൂണൊക്കെ കണ്ടിരുന്നു. എന്നിട്ട് വീട് ഇത്രയേ ഉള്ളൂ. ബൈ.